മഹാരാജിക ഗോൾഡൻ ഡയമണ്ട്സ് അണിഞ്ഞൊരുങ്ങുന്നു കൂടുതൽ പുതുമകളോടെ. ഉദ്ഘാടനം ജനുവരി 4 രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. 28 വർഷത്തെ രാജ്യസേവനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ സൈനികന് ജന്മനാടിൻ്റെ വീരോചിത സ്വീകരണം. സുബേദാർ ഹോണററി ക്യാപ്റ്റനായി വിരമിച്ച പെരിന്തൽമണ്ണ എരവിമംഗലം സ്വദേശി TP ഗോവിന്ദരാജനാണ് ജന്മനാട് സ്വീകരണം നൽകിയത്. വിരമിച്ച സൈനികന് അപൂർവമായിട്ടായിരിക്കാം സ്വന്തം ജന്മനാട് സ്വീകരണം ഒരുക്കുന്നത്. സൈനിക സേവനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ TP ഗോവിന്ദരാജന് എരവിമംഗലത്ത് വിരോചിതമായ സ്വീകരണം നൽകി. വാദ്യമേളത്തിൻ്റെ അകമ്പടിയോടെ സ്വീകരണവേദിയിലേക്ക് ആനയിച്ചു. എരവിമംഗലം ആരോഗ്യ കേന്ദ്രം അങ്കണത്തിലാണ് സ്വീകരണ പരിപാടി നടന്നത്. എരവിമംഗലം താഴത്തെ പുത്തൻ പീടികയ്ക്കൽ ഗോവിന്ദൻ നായരുടെയും സരസ്വതിയുടെയും ഇളയ മകനായി ജനിച്ച ഗോവിന്ദരാജന് രാജ്യസേവകനായി സൈന്യത്തിൽ ചേരാനായിരുന്നു നിയോഗം. ആനമങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഗോവിന്ദരാജൻ പഠിച്ചത്. പെരിന്തൽമണ്ണ PTM ഗവൺമെൻറ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ 1995 ഡിസംബർ 28 തൻ്റെ 19ാം വയസ്സിൽ ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്നു. കോഴിക്കോട് നടന്ന റിക്രൂട്ട്മെൻറ്റ് റാലിയിലൂടെയാണ് അവസരം ലഭിച്ചത്. 97 രാജസ്ഥാനിൽ ശിപ്പായി ആയിട്ടായിരുന്നു തുടക്കം. തുടർന്ന് ജമ്മു, ഡൽഹി, പഞ്ചാബ്, മണിപ്പൂർ, അരുണാചൽ ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. നീണ്ട 4 ദൗത്യങ്ങളിൽ TP ഗോവിന്ദരാജൻ പങ്കാളിയായി. തൻ്റെ 28 വർഷത്തെ സൈനിക ജീവിതത്തിനിടയിൽ 8 പദവികൾ ലഭിച്ചു. 28ാമത്തെ വർഷം അരുണാചൽ പ്രദേശിൽ നിന്നും സുബൈദാർ ഹോണററി ക്യാപ്റ്റനായാണ് വിരമിച്ചത്. സ്തുത്യർഹമായ സേവനശേഷം തിരിച്ചെത്തിയ ക്യാപ്റ്റൻ TP ഗോവിന്ദരാജനെ നാട്ടുകാർ അനുമോദിച്ചു. നമ്മുടെ ഗോവിന്ദരാജൻ ആ പടവുകളൊക്കെ താണ്ടി ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്, സ്വന്തം നാട്ടിലേക്ക്. അദ്ദേഹം ഈ രാജ്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി എങ്ങനെ പ്രവർത്തിച്ചുവോ അതുപോലെ ഇനിയും പ്രവർത്തിക്കാൻ കഴിയണം. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം, അതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം. കേരളം നിലനിൽക്കുന്നതിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ പേരിലാണ്. മുൻ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KT സെയ്ദ്, നഗരസഭാ കൗൺസിലർ ഷെർലിജ, M വേണുഗോപാൽ, A ശിവദാസൻ, CM ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വെമ്പിച്ച സ്വീകരണം, ഒരു ആദരവ് അത് നമ്മൾ നൽകിയിരിക്കുകയാണ്. ഇന്ന് വരെ എരവിമംഗലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം ഇത്തരം മഹത്തായ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു സേവനം നടത്തി വന്നിട്ടുള്ളവരല്ല. എന്നാൽ രാജ്യം തിരിച്ച് വളരെ 8-9 ഉയർന്ന പോസ്റ്റുകളിൽ പ്രൊമോഷൻ കിട്ടി വന്നിട്ട് ഇപ്പോൾ ഓണററി ക്യാപ്റ്റനായി റിട്ടയർമെന്റ് ചെയ്തിരിക്കുകയാണ്. ഭാര്യ അനിത, മക്കളായ ഡിഗ്രി വിദ്യാർത്ഥി ശ്രീരാഗ്, UP സ്കൂൾ വിദ്യാർത്ഥി ശ്രീവേദ എന്നിവരും മാതാപിതാക്കളും TP ഗോവിന്ദരാജനൊപ്പം സ്വീകരണവേദിയിൽ എത്തി. ഇത്രയും ബഹുമതിയും സ്നേഹവും കിട്ടുന്ന സേവനം മറ്റൊന്നില്ലെന്ന് ക്യാപ്റ്റൻ TP ഗോവിന്ദരാജൻ പറഞ്ഞു. ഇന്ത്യൻ ആർമിയാണ് എല്ലാം തന്നത്. സഹനശക്തിയും ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ മാത്രമേ സൈന്യത്തിൽ ദീർഘകാലം സേവനം ചെയ്യാൻ സാധിക്കൂ എന്നും ക്യാപ്റ്റൻ TP ഗോവിന്ദരാജൻ പറഞ്ഞു. പുതുതലമുറയോട് പറയാനുള്ളത്, പട്ടാളത്തിൽ ചേരുക എന്ന് പറഞ്ഞാൽ സുഖമുള്ള ഏർപ്പാടല്ല, പക്ഷെങ്കിൽ ഇത്രയും സ്നേഹവും ബഹുമാനവും കിട്ടുന്ന ഒരു ജോലി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ ഞാൻ പിന്നെ മുന്നേ കാണുന്നുണ്ടത്. കാരണം എവിടെ പോയാലും ഈ ഡ്രസ്സിന്റെ ഒരു വില വേറെയാണ്. അത് അഴിച്ചു വെക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ട്, എന്താ പറയാ, ഉള്ളിൻ്റെ ഉള്ളൊരു ദുഃഖമുണ്ട്. എന്താ പറ്റിയ അവിടെ നിന്ന് പോകാനേ പറ്റുള്ളൂ, പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ആ ജോലിക്ക് കുറച്ച് കൃത്യനിഷ്ഠത, സമയനിഷ്ഠത, ആത്മാർത്ഥത, സത്യസന്ധത, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. സഹനശക്തി, ഏറ്റവും കൂടുതൽ സഹനശക്തി വേണം. ഏത് എന്താ പറയാ, ഏത് സ്ഥലമായിക്കോട്ടെ, ഏത് കാലാവസ്ഥ ആയിക്കോട്ടെ, ഏത് മലയായിക്കോട്ടെ, ഏത് കുന്നായിക്കോട്ടെ. പക്ഷേ അവിടെയൊക്കെ നിന്ന് സർവീസ് ചെയ്യാനും അത് നമ്മളതിനൊരു എന്താ പറയുക ഇതായി കണക്കിലെടുക്കാനുള്ള ഒരു മനോബലം, മുറാൾ അപ്പം ഇരിക്കണം. എന്നാൽ സുഖമായിട്ട് സർവീസ് പോരാ. യുവാക്കളെ അദ്ദേഹം സൈനിക സേവനത്തിനായും ക്ഷണിച്ചു.